ഇപ്പൊ ഈ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് താമസിക്കുന്നതുകൊണ്ട് തന്നെ മാസത്തിൽ 2 തവണയൊക്കെ കേട്ടോ എന്റെ വയനാട്ടിലെ സ്വന്തം വീട്ടിലേക്ക് എനിക്ക് വരാൻ പറ്റാറുള്ളൂ. ഇവിടെയുള്ള ദിവസങ്ങളിൽ രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അമ്മേന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അമ്മേന്റെ കയ്യിൽ നിന്ന് ഒരു കട്ടനും മേടിച്ചിട്ട് ഞാൻ അന്ന് നടക്കാൻ ഇറങ്ങും. ഈ കട്ടൻ കാപ്പിയും പിടിച്ചുള്ള നടത്തം അവിടെ നിൽക്കുന്ന ഓരോ ദിവസം നടക്കുന്ന സ്ഥിരം കലാപരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള രാവിലെയൊക്കെ ഈ കട്ടൻ കാപ്പിൽ ഓരോ സിപ്പ് അടിച്ചിട്ട് ഈ വീടുകളെ ചുറ്റി നടന്ന് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി എവിടുന്നൊക്കെ കയറി വരാനുണ്ട്. പിന്നെ ഓരോ തവണ വരുമ്പോഴും അച്ഛൻ പുതുതായിട്ട് നട്ട ഏതെങ്കിലും ഒരു പച്ചക്കറി മുളച്ചിട്ടോ പൂവിട്ടിട്ടോ അല്ലെങ്കിൽ കായ്ച്ചിട്ടോ ഒക്കെ ഉണ്ടാവും. അച്ഛൻ ഇതുവരെ നട്ടതിൽ വെച്ചിട്ട് ഗുണം പിടിക്കാത്ത ഏതൊരു വാഴ ഈ പറമ്പിൽ എവിടെയുണ്ടെന്ന് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ ഒരു നൊസ്റ്റാൾജിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ പീക്കിൽ എത്തുന്നത് ഇവിടെ എത്തുമ്പോഴാണ്. ഇത് നമ്മുടെ പഴയ വീടാണ് കേട്ടോ. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് ഞാൻ ഇവിടെ ആയിരിക്കും. ഈ ചാമ്പ മരത്തുനിന്ന് ചാമ്പയ്ക്കയും പറിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ഉപ്പും കൂട്ടി കഴിച്ചത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുക. പണ്ടൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞാല് നമ്മുടെ പഴയ വീട് ഒരു ഉത്സവപ്പറമ്പ് പോലെയാണ്. നമ്മൾ പിള്ളേരെല്ലാം അർമാദിക്കുന്നത് അതിന്റെ ചുറ്റവട്ടത്താണ്. എന്താ അല്ലേ, അതൊക്കെ ഒരു കാലം. ഇതൊക്കെ ആലോചിച്ചിട്ട് ഇതിൽ കൂടെ എത്ര സമയം നടന്നാലും സമയം പോകുന്നതേ അറിയില്ല. ഈ ഒരു നടത്ത അവസാനിക്കുന്നതുവരെ കയ്യിലെ ഗ്ലാസും അതിലെ കട്ടനും കൂടെ ഉണ്ടാവും. ആ നടത്ത അവസാനിക്കുമ്പോഴേക്കും വയറ്റിൽ വിശപ്പിന്റെ അലാറം മുഴങ്ങാൻ തുടങ്ങും. പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നേരെ അടുക്കളയിലേക്ക്. എന്താണെന്നറിയില്ല, രാവിലത്തെ ഭക്ഷണം ഈ അടുപ്പിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്തോ ഒരു പൊറുതികേടാണ്. എത്ര ഗ്യാസിൽ വെക്കാൻ പറഞ്ഞാലും അമ്മയ്ക്ക് ഇതിലേ ശരിയാവുള്ളൂ. വീട്ടിലെത്തിയാല് ഡൈനിങ് ടേബിളിൽ ഇരുന്നൊരു ഭക്ഷണം കഴിക്കലൊന്നും എനിക്ക് ശരിയാവില്ല. എനിക്ക് അടുക്കളയിൽ അമ്മേനോട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. പിന്നെ കൊച്ചനും മക്കളൊക്കെ കൂടെ കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കും. ശരിക്കും പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ അല്ലെ, ഇവര് കടന്നു പോകുന്ന കാലഘട്ടമാണ് ജീവിതത്തിലെ ഏറ്റവും അടിപൊളി എന്ന്